സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങി മാസാമാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ നമ്മൾ മലയാളി കുടുംബങ്ങൾ ഒട്ടനവധി പേരുണ്ട്. തയ്യൽ കട, ബ്യൂട്ടി പാർലർ, കാറ്ററിംഗ് സർവീസ്, പലഹാര നിർമ്മാണം, ഡേ കെയർ, അങ്ങനെ പല നല്ല ആശയങ്ങളും മനസ്സിലുണ്ടാകും. പക്ഷെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ട് മാത്രം ഈ സ്വപ്നങ്ങൾ മാറ്റിവെച്ച എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ മഹിളാ ഉദ്യോഗ് നിധി പദ്ധതി അഥവാ മഹിളാ ഉദ്യമ നിധി ലോൺ ലഭ്യമാക്കുന്നത്. യാതൊരുവിധ ഈടും നൽകാതെ 10 ലക്ഷം രൂപ വരെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വന്തം ബിസിനസ് തുടങ്ങാൻ ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈ പദ്ധതിയുടെ കൃത്യമായ വിവരങ്ങൾ പലർക്കും അറിയില്ല. എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ രേഖകൾ വേണം, ആർക്കൊക്കെ ആനുകൂല്യം കിട്ടും എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായി പറയാം. ആദ്യം തന്നെ നമുക്കതിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയതായി ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വനിതയ്ക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിലവിലുള്ള ചെറിയ ബിസിനസ് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പണം ഉപയോഗിക്കാം. ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ തുടങ്ങുന്ന ബിസിനസിന്റെ 51% ഉടമസ്ഥാവകാശം സ്ത്രീകളുടെ പേരിലായിരിക്കണം. പാർട്ണർഷിപ്പ് ആണെങ്കിൽ പോലും പകുതിയിലധികം ഓഹരി സ്ത്രീകൾക്കുണ്ടായിരിക്കണം. 10 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്ടുകൾക്കാണ് ഈ പദ്ധതി വഴി സഹായം ലഭിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ പ്രൊജക്ട് തുകയുടെ 25% വരെ സോഫ്റ്റ് ലോൺ ആയിട്ടാണ് ലഭിക്കുക. അതായത് ബിസിനസ് തുടങ്ങുമ്പോൾ ആവശ്യമായി വരുന്ന തുടക്ക മൂലധനം ഈ വഴി കണ്ടെത്താം. ബാക്കി തുക സാധാരണ ടേം ലോണായി ബാങ്കുകൾ അനുവദിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതിന്റെ തിരിച്ചടവ് കാലാവധിയാണ്. 10 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി നൽകുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 5 വർഷം വരെ മൊറട്ടോറിയം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ബിസിനസ് തുടങ്ങി പച്ച പിടിക്കുന്നത് വരെ തുടക്കത്തിൽ EMI അടവുകളിൽ വലിയ ഇളവ് ലഭിക്കും. വലിയ പലിശഭാരമില്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. ഇനി ആനുകൂല്യം ലഭിക്കാൻ എന്തൊക്കെ രേഖകൾ നിങ്ങളുടെ കയ്യിൽ കരുതണമെന്ന് പറയാം. വളരെ ലളിതമായ സാധാരണ രേഖകൾ മാത്രമാണ് ഇതിനാവശ്യം. ഒന്നാമതായി നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടായിരിക്കണം. രണ്ടാമതായി നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവ് വേണം. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായി തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. മൂന്നാമതായി ബിസിനസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കരാർ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ രേഖ ആവശ്യമാണ്. നാലാമതായി കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് കരുതുക. അഞ്ചാമതായി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ ഒരു ലളിതമായ പ്രൊജക്ട് റിപ്പോർട്ട് വേണം. അതായത് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിന് എത്ര ചെലവ് വരും, എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കും എന്ന് കാണിക്കുന്ന ഒരു ചെറിയ വിവരണം. മെഷീനുകളോ മറ്റു സാധനങ്ങളോ വാങ്ങാനുണ്ടെങ്കിൽ അതിന്റെ കൊട്ടേഷനും ഒപ്പം വയ്ക്കണം. ഇനി ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് തുടങ്ങിയ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം മിത്ര പോർട്ടൽ വഴി ഓൺലൈനായി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള പൊതുമേഖലാ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നേരിട്ട് ചെന്ന് മാനേജരെ കണ്ട് സംസാരിക്കാം. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം അതിന്റെ പ്രിന്റും രേഖകളും ബാങ്കിൽ നേരിട്ട് എത്തിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. ബാങ്കിൽ പോകുമ്പോൾ നമ്മൾ വരുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം ഈ ലോൺ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. പ്രധാനമായും നിങ്ങളുടെ സിബിൽ സ്കോർ കൃത്യമായിരിക്കണം. മുൻപെടുത്ത ലോണുകളിൽ എന്തെങ്കിലും കുടിശ്ശികയോ വീഴ്ചയോ വരുത്തിയിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബാങ്ക് ഇടപാടുകൾ എപ്പോഴും കൃത്യമായി സൂക്ഷിക്കുക. രണ്ടാമതായി കൃത്യമായി പ്രൊജക്ട് റിപ്പോർട്ട് ഇല്ലാതെ ബാങ്കിനെ സമീപിക്കരുത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് ബാങ്ക് മാനേജർക്ക് ബോധ്യപ്പെടണം. മൂന്നാമത്തെ കാര്യം, ഈ ലോണുകൾക്ക് സാധാരണ 50 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് കൊളാറ്ററൽ അഥവാ ഈട് ആവശ്യമില്ല. കാരണം CGTMSE പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഇതിന് ഗ്യാരണ്ടി നൽകുന്നത്. എങ്കിലും ബാങ്കുകൾ ചിലപ്പോൾ പ്രൊജക്ട് തുകയുടെ 10-25% മാർജിൻ മണിയായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ചെറിയൊരു തുക സ്വന്തം കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. മറ്റൊരു സുപ്രധാന കാര്യം ഓർക്കണം, 2026 ബാങ്ക് നിയമങ്ങളും പലിശ നിരക്കുകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ നേരിട്ട് ചെന്ന് നിലവിലെ പലിശ നിരക്കുകളും നിയമങ്ങളും കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. സ്വന്തം കാര്യം നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു വലിയ അവസരമാണ്. ഈ പദ്ധതി കൃത്യമായി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക.